ഇടുക്കി ജില്ലയിലെ മാങ്കുളം മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു പഞ്ചായത്താണ്. വനമേഖലയും അതിർത്തി പ്രദേശവുമൊക്കെയാണെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന തൊഴിൽ കൃഷി തന്നെയാണ്. ചിലയിടങ്ങളിൽ ജലലഭ്യത ഒരു പ്രശ്നമാകാറുണ്ട്. എന്നാലും ഉത്സാഹശീലരായ ഇവിടുത്തെ കർഷകർ അതിനനുയോജ്യമായ രീതിയിൽ കൃഷി ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. മാങ്കുളം പഞ്ചായത്തിലെ പ്രശസ്തനായ ഒരു സമ്മിശ്ര കർഷകനാണ് PJ സെബാസ്റ്റ്യൻ. ഇദ്ദേഹം ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമാണ്. പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച സെബാസ്റ്റ്യൻ പോളി ഹൌസ് പോലുള്ള നൂതന രീതിയും മൾച്ചിംഗ് ഷീറ്റും എല്ലാം തന്റെ കൃഷിയിടത്തിൽ പ്രയോജനപ്പെടുത്തി വിജയം കൊയ്യുന്നു. ഒൻപത് ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ കൃഷി ചെയ്തിരിക്കുന്നു. പച്ചക്കറി, കുരുമുളക്, വാഴ, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയെല്ലാം ഇവിടെ സുലഭമാണ്. പത്ത് സെന്റ് സ്ഥലത്ത് ഒരു പോളി ഹൌസ് നിർമ്മിച്ചിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണത്തിനായി 4.5 ലക്ഷം രൂപ ചിലവായി. UV ഷീറ്റും ഇരുമ്പ് തൂണും പൈപ്പുമെല്ലാം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3.6 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കുകയും ചെയ്തു. പോളി ഹൌസിലെ കൃഷി ഇദ്ദേഹത്തിന് ഒരു പുത്തൻ ഉണർവാണ് നൽകുന്നത് എന്നാണ് PJ പറയുന്നത്. സെബാസ്റ്റ്യൻ പോളി ഹൌസിനകത്ത് മീറ്റർ പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നീളത്തിൽ തടമെടുത്ത് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ട്രൈക്കോഡർമ ഇവയിട്ട് മൂടി 4 അടി അകലത്തിലായി 10 തടമാണ് ഇങ്ങനെ തയ്യാറാക്കിയത്. അതിലേക്ക് 10 ദിവസം കഴിഞ്ഞ് ട്രേയിൽ വെച്ച് മുളപ്പിച്ചെടുത്ത പയർ നട്ടു. അഞ്ഞൂറ് ചുവട് പയറാണ് ഇവിടെ ഇദ്ദേഹം നട്ടത്. നെറ്റിട്ട് അതിലേക്ക് പടർത്തിയിരിക്കുന്നു. കായ്ച്ചു തുടങ്ങിയ ശേഷം സ്റ്റെറാമിയും കടല പിണ്ണാക്കും കൂടി ഇട്ടുകൊടുത്തു. 35-ാം ദിവസം മുതൽ വിളവെടുപ്പ് തുടങ്ങി. ആഴ്ചയിൽ 2 വിളവെടുപ്പ് സാധ്യമാകാറുണ്ട്. ചൊവ്വാഴ്ച വിളവെടുക്കുന്നത് എറണാകുളത്തും വെള്ളിയാഴ്ച വിളവെടുക്കുന്നത് പ്രാദേശികമായും വിപണനം നടത്തുന്നു. ഒരു വിളവെടുപ്പിന് ശരാശരി 200 കിലോഗ്രാം വരെ പയർ ലഭിക്കാറുണ്ടെന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇപ്പോൾ 5.5 മാസം കഴിഞ്ഞു. ഇനി 2 ആഴ്ച കൂടെയേ വിളവെടുക്കുകയുള്ളൂ. അതുകൊണ്ടുതന്നെ വിത്തിനായി ഈ പ്രാവശ്യം കൂടുതൽ മൂത്ത് ഉണങ്ങിയ ശേഷമാണ് വിളവെടുക്കുന്നത്. 1 കിലോ 50 രൂപയിൽ കുറഞ്ഞ് കൊടുത്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചൂട് കൂടിയാൽ പയറിന് മുകളിലായി സ്പ്രിംഗ്ലർ ഘടിപ്പിച്ചിരിക്കുന്നതിൽ കൂടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. ജലലഭ്യത കുറയ്ക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ സമ്പ്രദായവും ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. ചാണകം പുളിപ്പിച്ച് അതിന്റെ തെളി, ജീവാമൃതം തുടങ്ങിയവ ഈ വെള്ളത്തിൽ കലക്കിയാണ് പയറിന്റെ ചുവട്ടിൽ എത്തിക്കുന്നത്. പോളി ഹൌസിലായതുകൊണ്ട് തന്നെ കീടബാധകളൊന്നും ഉണ്ടാകാറില്ല. പയറിന്റെ കൂടെ തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയും കൃഷി ചെയ്തിരിക്കുന്നു.
കഴിഞ്ഞ 40 വർഷമായി മാങ്കുളത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുടുംബസഹിതം ഇവിടെ താമസിക്കുന്നു. കുരുമുളക്, ഏലം, കാപ്പി, തെങ്ങ്, കൊക്കോ, കമുക് ഇതൊക്കെയായിരുന്നു ആദ്യകാലത്ത് കൃഷിയുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ തന്നാണ്ട് വിളകളിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൃഷി ചെയ്യണം എന്ന് തീരുമാനിച്ചു. മാങ്കുളത്തിൻ്റെ കാലാവസ്ഥ മഴ കൂടുതലുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഹൈടെക് കൃഷി രീതിയിൽ കൂടി തന്നാണ്ട് വിളകൾ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോളി ഹൗസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടുകൂടി 10 സെൻറ്റ് സ്ഥലത്ത് ഒരു പോളി ഹൗസ് ഉണ്ടാക്കി. അതിൽ ആദ്യം പരീക്ഷണം എന്നുള്ള നിലയിൽ പയറാണ് കൃഷി ചെയ്തത്. മീറ്റർ പയർ എന്ന് പറയുന്ന സാധനം കൃഷി ചെയ്തിപ്പോൾ 5 മാസം കഴിഞ്ഞു. വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസത്തിലും അധികമായി. ഒരു സാമാന്യഗതിയിൽ നല്ല ലാഭമുള്ളൊരു കൃഷിയായിട്ടാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഏകദേശം 1200 കിലോയോളം വിറ്റ് കഴിഞ്ഞു. 50 രൂപ വില വെച്ചാണ് വിറ്റത്. വ്യത്യാസം വിലയിലൊന്നും ഉണ്ടായില്ല. ആദ്യം മുതൽ അങ്ങനെ തന്നെ വിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 60,000 രൂപയോളം ഇപ്പോൾ അതിൽ നിന്ന് ആദായമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ലാഭകരമായ കൃഷിയായിട്ടാണ് തോന്നുന്നത്. 20 തടം മത്തൻ പുരയിടത്തിന്റെ മറ്റൊരു ഭാഗത്തായി പടർന്നു കിടക്കുന്നു. ഒരു തടത്തിൽ 4 കുരു വീതം നട്ടതാണ്. ചാണകപ്പൊടി ഇട്ട് നട്ടതാണ്. പിന്നീട് വളപ്രയോഗം ഒന്നും നടത്തിയിട്ടില്ല. 5 മാസം കഴിഞ്ഞു. 50 മത്തങ്ങയിൽ കൂടുതൽ വിളവെടുത്തു കഴിഞ്ഞു. ധാരാളം കായ്കൾ ഇപ്പോൾ വിളവെടുക്കാൻ പാകത്തിനായിരിക്കുന്നു. വില കുറവാണെങ്കിലും മറ്റു പരിചരണമൊന്നും വേണ്ടാത്തത് ഇത്തരം ഇനങ്ങളും കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നു. നൂറ് ചുവട് അടതാപ്പ് ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തിരിക്കുന്നു. മെയ് മാസത്തിൽ നട്ടതാണ്. ഇതിനായി ഒരു പന്തൽ നിർമ്മിച്ചിരിക്കുന്നു. പന്തലിന്റെ 2 വശത്തും നീളത്തിൽ തടമെടുത്ത് അതിൽ അടതാപ്പ് നട്ടിരിക്കുന്നു. ഇപ്പോൾ 6 മാസമായി ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മാത്രമാണ് വളമായി ഉപയോഗിച്ചത്. ആറാം മാസം മുതൽ മേക്കായ വിളവെടുപ്പ് തുടങ്ങി. ഉരുളൻ കിഴങ്ങിന്റെ ഉപയോഗവും അതിന്റെ സ്വാദുമാണെന്നാണ് PJ പറയുന്നത്. 1 മാസം കൊണ്ട് 400 കിലോയിൽ കൂടുതൽ കിഴങ്ങ് വിറ്റുകഴിഞ്ഞു. 1 കിലോയ്ക്ക് 50 രൂപ വിലയും ലഭിക്കും. ഡിസംബറിൽ ചുവട് പറിച്ചെടുക്കും. ഒരു ചുവട്ടിൽ 3 കിലോയിൽ കൂടുതലുള്ള കിഴങ്ങായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും ഒരു 300 കിലോ വിൽക്കാൻ സാധിക്കും. ഇതിന് കീടനാശിനികളൊന്നും ആവശ്യമില്ല. എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ചെയ്യാൻ രീതിയിൽ ചെയ്യാത്തൊരു സാധനമാണ് അടതാപ്പ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷുഗറുള്ള ആളുകൾക്കും കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട വിളയാണെങ്കിലും മുകളിൽ ഈ പന്തലേലുണ്ടാകുന്നതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും അതിനും നല്ല ഒരു വില കിട്ടുന്നുണ്ട്. ഞങ്ങളിത് എറണാകുളത്ത് ഒരു ഗ്രൂപ്പായിട്ട് കുറേ കർഷകരുടെ സാധനങ്ങൾ സംഭരിച്ച് എറണാകുളത്ത് കൊണ്ട് വിൽക്കുകയാണ്. ഇപ്പോൾ അടതാപ്പിന് കിലോയ്ക്ക് 50 രൂപ വിലയ്ക്ക് ഇവിടെ വിൽക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ അതിൻ്റെ വിളവെടുത്ത് 400 കിലോയോളം ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു. ഇനിയും ഒരു 100-300 കിലോയും കൂടെ എങ്കിലും അതിൽ നിന്ന് ആദായം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 2 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഒരു 100 ചുവട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എനിക്ക് തോന്നുന്നത് കൃഷി വളരെ ആദായകരമായി ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള വിളകൾ ആണ് ഇതൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യയും മഞ്ഞളുമെല്ലാം
ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിട്ടുണ്ട്. 250 കിലോ വിത്തിഞ്ചി നട്ടതാണ്. സാധാരണയായി ഇഞ്ചിയും മഞ്ഞളും നടുന്ന രീതിയും വളപ്രയോഗവും ഒരുപോലെയാണ്. 1/2 അടി പൊക്കി തടമെടുത്ത് അതിൽ 6 ഇഞ്ച് അകലത്തിൽ ചെറിയ കുഴി കുത്തി അതിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഇട്ട് അതിലേക്കാണ് ഇഞ്ചി വിത്ത് വെച്ച് മൂടുന്നത്. പിന്നീട് 2 വളപ്രയോഗം ആവശ്യമാണ്. ഇവിടെ വിളവെടുപ്പിന് പാകമായി വരുന്നു. അടുത്ത മാസം വിളവെടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 3000 കിലോ ഇഞ്ചിയിൽ കുറയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ഒരു ജൈവ കർഷകനാണ് പി ജെ സെബാസ്റ്റ്യൻ ചേട്ടൻ. ആത്മയുടെ SHMൻ്റെ ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും എപ്പോഴും പി ജെ ചേട്ടന് നൽകാറുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകനുള്ള അവാർഡ് ഈ വർഷം ഈ ചേട്ടനായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ജൈവ ഗ്രാമപഞ്ചായത്ത് ആയിട്ടുണ്ട്. അതെല്ലാം ഈ ചേട്ടൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തന ഫലമായിട്ടാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന് ജൈവ ഗ്രാമ പഞ്ചായത്തിൽ നിന്നുള്ള 3 ലക്ഷം രൂപയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കർഷക ദിനത്തിന് 2-3 പ്രാവശ്യം നമ്മൾ ഏറ്റവും നല്ല മികച്ച കർഷകനായിട്ട് നമ്മൾ ആദരിച്ചിട്ടുണ്ട്. ആത്മയുടെ മീൻകുളം പോളി ഹൗസ് ഇപ്പോൾ ഓൺ ഫാം പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നും പറഞ്ഞ് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് ആവശ്യമായ ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഈ ചേട്ടന് എപ്പോഴും നൽകിക്കൊണ്ടായിരിക്കുന്നത്. നമ്മളെന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ തന്നെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചറിയാനും ഞങ്ങളുടെ ഉപദേശങ്ങൾ അത് ഇന്ന രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൃഷിയിടത്തിൽ വന്ന് പരീക്ഷിക്കുന്ന ഒരു കൃഷിക്കാരനാണ് പി ജെ സെബാസ്റ്റ്യൻ ചേട്ടൻ. പാഷൻ ഫ്രൂട്ടും ഇവിടെ വിപുലമായി തന്നെ കൃഷി ചെയ്തിരിക്കുന്നു. കാന്തല്ലൂരിൽ നിന്ന് പഴം കൊണ്ടുവന്ന് പാകി കിളിർപ്പിച്ച തൈയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇറക്കുമതി ചെയ്ത ഇനമാണെന്ന് പറയപ്പെടുന്നു. ചെറിയ വയലറ്റ് കളറോടുകൂടിയ വലിയ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു വലിയ പന്തലിൽ മുഴുവൻ പടർന്ന് കായ്ച്ചു കിടക്കുന്നെങ്കിലും 10 ചുവട് മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി ഇട്ട് മണ്ണിളക്കി അതിലേക്കാണ് ചെടി നട്ടത്. ആദ്യത്തെ 1 മാസം മഴയില്ലെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. 1 മാസം കൊണ്ട് പടർന്നു കയറും. രണ്ടാമത്തെ വളമായി സെറാമിയിലും വേപ്പിൻ പിണ്ണാക്കും ഇട്ടുകൊടുത്തു. ഇവിടെ ഇത് 8-ാം മാസം മുതൽ കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ 1 വർഷമായി 500 കിലോ ഫ്രൂട്ട് വിറ്റുകഴിഞ്ഞു. 1 കിലോയ്ക്ക് 60 രൂപ വിലയും കിട്ടാറുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശ്രീ പി ജെ സെബാസ്റ്റ്യൻ മാങ്കുളത്തെ ഒരു നല്ല ജൈവ കർഷകനാണ് നിലവിൽ. മാങ്കുളം പഞ്ചായത്തിൽ ജൈവ കൃഷി പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തിയ ഒരു കൃഷിക്കാരനാണ് ശ്രീ പി ജെ സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിന് ശ്രമഫലമായിട്ട് ഏതാണ്ട് 1400 പേർക്ക് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ജൈവ സർട്ടിഫിക്കേഷൻ വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കാഡ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജൈവ സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ മാങ്കുളം പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ശ്രീ പി ജെ സെബാസ്റ്റ്യൻ ആദ്യകാലം മുതൽ തന്നെ ഒരു നല്ല കർഷകനും അതുപോലെ ഒരു പൊതുപ്രവർത്തകനുമായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് നിന്നെല്ലാം മാറി ഇപ്പം പൂർണ്ണമായിട്ടും കാർഷിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നിലവിൽ. അദ്ദേഹത്തിൻ്റെ കൃഷിയിടം സമ്മിശ്ര കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മത്സ്യകൃഷി, അതുപോലെ പോളി ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ട് വിൽക്കുന്ന സംരംഭത്തിനുള്ള തുടക്കം, ഈ തരത്തിൽ വിവിധങ്ങളായ കാർഷിക രംഗത്തുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ശ്രീ പി ജെ സെബാസ്റ്റ്യൻ ഏറ്റെടുത്തിട്ടുള്ളത്. 60 ചുവട് വെണ്ടയും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അർക്ക അനാമിക ഇനം വിത്ത് വാങ്ങി നട്ടതാണ്. മഴയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനമാണെന്നാണ് സർവകലാശാല പറയുന്നത്.
വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കുന്ന വളം മാത്രമാണ് കൊടുക്കുന്നത്. നല്ല വിളവും ലഭിക്കുന്നുണ്ട്. 100 ചുവട് വഴുതനയും നന്നായി കായ്ച്ചു തുടങ്ങി. ഇതും മൾച്ചിങ് ഷീറ്റ് ഇട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ട് നടും. പിന്നീട് ഇവിടെ എല്ലാ പച്ചക്കറിക്കും സ്റ്റെറാമീൽ ഉപയോഗിക്കാറുണ്ട്. നാടൻ ഇനം പച്ചമുളകും നല്ലതുപോലെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതും മൾച്ചിങ് ഷീറ്റ് ഇട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ജലം പാഴാക്കാതെയും കള പറിക്കാതെയും കൃഷി ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ 2 മാസമായി നല്ല വിളവ് ലഭിക്കുന്നു. മുരിങ്ങ ബീൻസ് ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. 2 ഇടത്തായി 200 ചുവട് കൃഷി ചെയ്തിരിക്കുന്നു. ഇതും കായ്ച്ചു തുടങ്ങി. പന്തലിൽ പടർത്തിയിരിക്കുന്നു. 2 മീൻകുളം ഇദ്ദേഹം കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നു. 100 അടി നീളം, 65 അടി വീതി, 14 അടി താഴ്ചയിൽ നിർമ്മിച്ച ഈ കുളത്തിന് ഉദ്ദേശം 25 ലക്ഷം രൂപയോളം ചിലവായി. ആ തുക സബ്സിഡിയായി ലഭിക്കുകയും ചെയ്തു എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഈ വെള്ളം ഇവിടുത്തെ കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. PJ സെബാസ്റ്റ്യന്റെ ജൈവ കൃഷിയും പ്രവർത്തനവും കണക്കിലെടുത്ത് പഞ്ചായത്ത് അവാർഡ്, YMCA അവാർഡ് തുടങ്ങിയവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ പരിചരണം, വേണ്ട സമയത്തുള്ള വളപ്രയോഗം, ജലസേചനം ഇവയെല്ലാം ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് തന്റെ കൃഷിയുടെ വിജയം എന്ന് PJ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെ തുടർന്നാൽ കൃഷി ഒരിക്കലും നഷ്ടം വരുത്തുകയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ഈ മാസം 19-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ജലസ്രോതസ്സുകൾ കുടുംബശ്രീ മുഖേന ശുചീകരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ 21-ാം ഘട്ടം കേരളത്തിലെ എല്ലാ ജില്ലകളിലും 2016 ഡിസംബർ 19 മുതൽ 2017 ജനുവരി 12 വരെ നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വനമൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ NN ശശി, ജനപ്രതിനിധികൾ, വകുപ്പുതല മേധാവികൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 20, 21, 22 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ, 27, 28 തീയതികളിൽ ആട് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. വിളിക്കാവുന്ന ഫോൺ നമ്പർ 048292343223.
ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകൾ ശുചീകരിക്കും. ഓരോ പ്രദേശത്തുമുള്ള ഉപയോഗശൂന്യമായ കുളങ്ങൾ, ഒഴുക്ക് നിലച്ച നീർച്ചാലുകൾ എന്നിവയാണ് കുടുംബശ്രീ പ്രവർത്തകർ മുഖേന ശുചീകരിക്കുന്നത്. സംസ്ഥാനത്തെ 20,000 വാർഡുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 50 സെന്റ് വീതം തരിശുഭൂമി കണ്ടെത്തും. ഇപ്രകാരം കണ്ടെത്തുന്ന 10,000 ഏക്കർ സ്ഥലത്തുകൂടി സംഘകൃഷി ഗ്രൂപ്പുകൾ വഴി കൃഷി ആരംഭിക്കും. മണ്ണുത്തി വെറ്റിനറി ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ മുട്ടയ്ക്കും ഇറച്ചിക്കും പറ്റിയ ഇനം താറാവ് കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487237178. കുട്ടികളുടെ ക്രിയാത്മക ചിന്തയും പഠനശേഷിയും അതിലുപരി ഭാവനയും സർഗാത്മകതയുമെല്ലാം കാർഷിക മേഖലയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന എന്ന ലക്ഷ്യത്തോടുകൂടി കേരള ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്ന് പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. 2017 ജനുവരി 10-11 തീയതികളിൽ തിരുവനന്തപുരം ജവഹർ ബാലഭവനിലാണ് കേരള ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസ് നടത്തുന്നത്. എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രബന്ധാവതരണത്തിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ ലഘുവിവരണം പ്രിൻസിപ്പാളിന്റെ സമ്മതത്തോടുകൂടി അയക്കണം. ഈ മാസം 27 മുൻപായി അപേക്ഷയും ലഘുവിവരണവും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വെബ്സൈറ്റ് www.cissa.co.in. ഹരിത കേരള മിഷന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരെ നിയമിക്കുന്നു. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ളവർക്കും മാലിന്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മുൻഗണന. സോഷ്യോളജി, സോഷ്യൽ വർക്ക് കോഴ്സുകൾ പഠിച്ചവർ, NCC, SPC വോളണ്ടിയർമാർ എന്നിവർക്ക് അപേക്ഷിക്കാം. വിലാസം: ശുചിത്വ മിഷൻ, സ്വരാജ് ഭവൻ, ബേസ് ഫ്ലോർ, നന്ദൻകോട്, കവടിയാർ, തിരുവനന്തപുരം 695003. ഇമെയിൽ വിലാസം sanit@tion kerala.com. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 12,000 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 11,100 രൂപ, കൊപ്ര കൊച്ചി 7,390 രൂപ, കൊപ്ര കോഴിക്കോട് 7,750 രൂപ, കൊപ്ര തൃശൂർ 7,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,900 രൂപ, ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ, മഞ്ഞൾ സേലം 9,500 രൂപ, മഞ്ഞൾ ഈറോഡ് 10,000 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,700 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 11,000 രൂപ, കൊപ്ര 7,390 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,900 രൂപ, ചുക്ക് മീഡിയം 13,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 245 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 425 മുതൽ 450 രൂപ വരെ, ജാതിപത്രി 500 മുതൽ 775 രൂപ വരെ, ഗ്രാമ്പു 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,700 രൂപ, ഒട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ടയർ നിർമ്മാതാക്കളും കമ്പനി സപ്ലയർമാരും റബ്ബർ ഷീറ്റ് സംഭരിക്കാൻ കാണിച്ച തിടുക്കം സ്റ്റോക്കിസ്റ്റുകളെയും ചെറുകിട കർഷകരെയും മുഖ്യ വിപണിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വ്യവസായികൾ ഷീറ്റിൽ പിടിമുറുക്കിയതോടെ വ്യാപാര രംഗം ഇന്ന് കൂടുതൽ ചൂടുപിടിച്ചു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില ക്വിന്റലിന് 13,700 രൂപയായി കയറി. ഏലയ്ക്ക ഉൽപ്പാദന മേഖലയിൽ നടന്ന ലേലത്തിന് വന്ന 80 ടണ്ണിൽ 79 ടണ്ണും വിറ്റഴിഞ്ഞു. ക്രിസ്മസ് വിൽപ്പന മുൻനിർത്തിയാണ് പലരും ഏലയ്ക്ക ശേഖരിച്ചത്. മികച്ച ഇനങ്ങൾ കിലോ ഗ്രാമിന് 1,392 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,218 രൂപയിലുമാണ് കയറ്റുമതി നടന്നത്. കുരുമുളക് വിലയിൽ കാര്യമായ വ്യതിയാനമില്ല.
പുതിയ മുളക് വരവിനെ ഉറ്റുനോക്കുകയാണ് ഒരു വിഭാഗം വ്യാപാരികൾ. അതേസമയം ഉത്സവവേളയിലെ ആവശ്യങ്ങൾക്കായി അന്തർ സംസ്ഥാന വ്യാപാരികൾ മുളക് ശേഖരിച്ചു. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് സ്റ്റഡിയായി നീങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 50 രൂപ വർദ്ധിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.3, 23.6. കൊച്ചി 31.7, 23.3. ആലപ്പുഴ 32.4, 23.6. പുനലൂർ 33.5, 23.2. തിരുവനന്തപുരം കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.5 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. ദേ കേട്ടോ, എന്നെ എന്ത് കേൾപ്പിക്കാനാ? പോയി അവളെ കേൾപ്പിക്കും. ആരോട് പറയാൻ? അത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണ്. രാവിലെയും വൈകിട്ടും പകലും രാത്രി അതിനോട് ഒട്ടിയിരിക്കുവല്ലേ. ചോദിച്ചാ കിസാൻ കോൾ സെന്ററുമായി സംസാരിക്കാണെന്ന് പറയും. ഓ, അതാണല്ലേ കാര്യം. അതെന്ത് പറ്റി ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇപ്പൊ അപ്പൊ കാര്യം നടക്കും. അതെങ്ങനെ? അതെ, ഇപ്പൊ കൂടുതൽ ലൈനുകൾ പ്രത്യേക ടെക്നിക്കും കാരണം കൃഷി വിദഗ്ധരുമായി ഉടനെ സംസാരിക്കാം. ഇനി ലൈൻ ബിസി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം റെക്കോർഡ് ചെയ്തോളും. അവിടെ നിന്ന് ഫോണും വരും, പിന്നെ പ്രശ്ന പരിഹാരം മെസ്സേജായും വരും. കണ്ടില്ലേ, വന്നല്ലോ. ആഹാ, എന്ന് വെച്ചാ കാത്തിരിക്കേ വേണ്ടല്ലേ? അതെ, അതാണല്ലേ പെട്ടെന്ന് എന്നോട് ഇപ്പൊ ഇത്ര സ്നേഹം തോന്നിയത്. കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരത്തിന് ഇന്ത്യ ഒട്ടുക്കും ഏത് ഫോണിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.